മനസ്സിനെ പശ്ചാത്തപിപ്പിച്ച് ശുദ്ധമാക്കി എടുക്കുകയും ഇവൻ വഴി ഇനി ആരും കക്കാതിരിക്കാൻ ഈ കളവിനെ ഉപയോഗിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പരിഷ്കൃത ലോകത്തിനുണ്ടാകേണ്ട വഴി. ഒരിക്കപ്പെടുതിയില്ലായ്മ, ഒരസ്വസ്ഥത, ആഹാരത്തിന് രുചിയില്ലായ്മ, കഴിക്കുമ്പോൾ കണ്ടമാനം കഴിക്കുക, തെരുതര മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക, വിറയ്ക്കുക, വയർക്കുക, ചില അവയവങ്ങൾക്ക് മാത്രം ചില സാധനങ്ങൾ പിടിക്കാൻ പറ്റാതെ വിറയ്ക്കുക, ചില സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആ കട്ടെടുത്തതിൻ്റെ പ്രതീതി ബ്രെയിനിൽ ഉണ്ടാകുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലാണ് ശരീരം മൊത്തം വിറയ്ക്കുക, വിയർക്കുക, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ തപിക്കുക, ഉറക്കം നഷ്ടപ്പെടുക, പകലുറങ്ങാൻ ഇഷ്ടമുണ്ടാവുക, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വരിക, ഉറക്കത്തിൻ്റെ താളം തെറ്റുക, സിസ്റ്റം മുഴുവൻ തെറ്റുക, ബീജം പുറത്തു വരാതിരിക്കുക, ബീജത്തിൽ അണുകങ്ങൾ ഇല്ലാതാവുക, ബീജ ഉൽപാദനം നിന്നുപോവുക, രക്തം കുറയുക, രക്തത്തെ കട്ടിപിടിപ്പിക്കുന്നവയ്ക്ക് മാറ്റം വരിക, ഇങ്ങനെ അനന്തങ്ങളായ മാറ്റങ്ങളുണ്ടാവും. കട്ടത് ഒരു വസ്തുവാണ്, ഒരു ചെമ്പുപാത്രമാണ് മോഷ്ടിച്ചത്. പക്ഷെ ഈ ചെമ്പുപാത്രം ചെമ്പായിട്ട് അവിടെ നിൽക്കുകയില്ല. ഇതിൻ്റെ തന്മാത്രകൾ കൊണ്ട് ലോകത്തിലുള്ള എല്ലാ സാധനവുമായി കളവങ്ങ് മാറും. അത്രയ്ക്ക് വിപുലമായത്. സംസ്കാരത്തിനകത്തേക്ക് ഇത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഏത് ദ്രവ്യവും എന്നെ കാണുമ്പോൾ ഒരു കള്ളനെ തിരിച്ചറിയും. അർത്ഥങ്ങൾ മുഴുവൻ ഇവൻ മാറ്റി പറയുന്നവനാണ്, ഇവൻ കള്ളം പറയുന്നവനാണ്, ഇവൻ പറഞ്ഞത് ശരിയല്ല എന്ന ബോധം എന്നെക്കുറിച്ച് എന്നിലുണ്ടാവുക മാത്രമല്ല, ലോകത്തെക്കുറിച്ചും എനിക്കുണ്ടാവും. അതുകൊണ്ട് സത്യത്തിന് എൻ്റെ നിഘണ്ടുവിൽ പിന്നെ വിലയുണ്ടാവില്ല. നിൻ്റേതല്ലാത്ത ഏതൊന്ന് ആഗ്രഹിക്കുമ്പോഴും സ്വന്തമാക്കുമ്പോഴും മോഷ്ടാവായി ഒരുവൻ നിന്നിലുണ്ടാകുന്നുവെന്നും അത് വിഷയങ്ങളെ ന്യൂനമിഥ്യാദിയോഗങ്ങളിൽ പെടുത്തുന്നുവെന്നും വിഷയങ്ങൾ അതിൽ പെടുന്നതോടുകൂടി നീ നിത്യരോഗത്തിലേക്ക് പതിക്കുന്നുവെന്നും അത് നിന്റെ കോശങ്ങളിൽ വിഭ്രമങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞാൽ ആരോഗ്യമായി. നമസ്കാരം സ്വാമിജി. സ്വാമിജി, നമ്മൾ രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ നമ്മൾ സ്ഥേയം ഉണ്ടാക്കുന്ന ഒരു ലോകം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു കള്ളൻ തന്നെ കള്ളനിലെ കള്ളനെയും ഒരു ന്യായാധിപനെയും കൊണ്ടാണ് പോകുന്നത് എന്ന് പറയുന്നൊരു ചിത്രം. നമുക്കത് വഴി പോകാമോ സ്വാമി? തീർച്ചയായും. കക്കുന്നത് വരെയേ ഇവനിൽ കള്ളനുള്ളൂ. കട്ട് കഴിഞ്ഞാൽ രസകരമായ മറ്റൊരു വശമുണ്ട്. പറയൂ സ്വാമിജി. ഇവൻ കട്ടത് ഏറ്റെടുത്ത് കള്ളനായി ഇവൻ്റെ കളവിൻ്റെ വിചിത്രങ്ങളായ വശങ്ങളെ ചർച്ച ചെയ്യുന്ന കള്ളന്മാർ ലോകത്തുണ്ടാകുകയാണ് ചെയ്യുന്നത്. ന്യായാധിപന്മാരല്ല ലോകത്തുണ്ടാകുന്നത്. ന്യായാധിപൻ ഒരുത്തനെ ഉണ്ടാകും, അത് കള്ളനിലുണ്ടാകുന്ന ന്യായാധിപനാണ്. മാധ്യമങ്ങളൊക്കെ കൂടി ചെയ്യുന്നത്, മാധ്യമങ്ങൾ ഈ കട്ടവനെ വിചാരണ ചെയ്യുകയും വിസ്തരിക്കുകയും അതിൻ്റെ മാധ്യമ വിചാരം നടത്തുകയും ചെയ്യുമ്പോൾ ഇവൻ കട്ടത് പുറത്തു വന്ന നിലയിൽ എങ്ങനെയെല്ലാം പുറത്തു വരാതിരിക്കാമായിരുന്നുവെന്ന് മനസ്സിനെ ചിന്തിപ്പിച്ച് അനേക കള്ളന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കളവില്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്. ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും ഒക്കെ ഇത് ചർച്ച ചെയ്ത് കളവ് പെരുപ്പിക്കുകയാണ്. കാരണം അതിലെ ചർച്ചാ വിഷയം എപ്പോഴാണ് കട്ടത്, എങ്ങനെയാണ് കട്ടത്, എവിടെ വെച്ചാണ് കട്ടത്, എന്തിനോടെല്ലാം ബന്ധപ്പെട്ടാണ് കട്ടത്, ആരെല്ലാമാണ് ഈ കളവിന് കൂട്ടുന്നത്, എത്രയാണ് കട്ടത്, ഇതൊക്കെയല്ലേ ചർച്ചയുള്ളൂ. മറിച്ച് ഇവൻ്റെ മാനസികാവസ്ഥ, ഇവനിലൊരു കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു, അവനാണ് കട്ടത്. അത് ഹിംസയേക്കാൾ കൊടിയ പാപമാണ്. അതിവനെ രോഗിയാക്കാൻ പോകുന്നു. സമാജത്തിൽ ഇവൻ രോഗിയാകുന്നത് ഉചിതമല്ല. ഇവനെ പശ്ചാത്തപിപ്പിക്കണം.
ഇനി ഇവൻ കക്കരുത്. എന്തുകൊണ്ട്? കാരണം ഇവൻ രോഗിയാവരുത്. മനസ്സിനെ പശ്ചാത്തപിപ്പിച്ച് ശുദ്ധമാക്കി എടുക്കുകയും ഇവൻ വഴി ഇനി ആരും കക്കാതിരിക്കാൻ ഈ കളവിനെ ഉപയോഗിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പരിഷ്കൃത ലോകത്തിനുണ്ടാകേണ്ട വഴി. പക്ഷെ നമ്മുടെ ലോകം അങ്ങനല്ല. കളവ് ഹിംസയേക്കാൾ കൂടിയതുമാണ്. ഹിംസയ്ക്ക് കളവിനോളം വിസ്തൃതിയില്ല. കളവിന്റെ വിസ്തൃതി ഒരു ദ്രവ്യം ഉൾപ്പെട്ടിട്ടുണ്ട്. ഹിംസയിൽ ഹിംസിക്കപ്പെടുന്നവനും ഹിംസിക്കുന്നവനുമേ ഉള്ളൂ. കളവിൽ കട്ടെടുക്കുന്ന ഒരു ദ്രവ്യമുണ്ട്. ആരുടേതാണോ അവനിൽ നിന്ന് കട്ടെടുത്ത് എൻ്റെ സ്വന്തമാക്കുന്ന ഒരു ദ്രവ്യമുണ്ട് ഇതിനകത്ത്. ശരിയാണ്. ആ ദ്രവ്യമാണ് ഏത് സാഹചര്യങ്ങളോട് ഞാൻ ഇടപെടുമ്പോഴും എൻ്റെ ബ്രെയിനിൽ കളവിൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഓർമ്മകൾ കളവ് ഉണ്ടാക്കിയാൽ, എൻ്റെ ബ്രെയിനിൽ ഉണ്ടാക്കിയാൽ, അത് എൻ്റെ ഹിസ്റ്റമിനെ എങ്ങനെ ബാധിക്കും? കക്കുമ്പോഴെനിക്കുള്ളത് ടെൻഷനാണ്. അതുണ്ടായി അങ്ങ് റിലീസായി. കട്ടെടുത്തു, പിടിക്കുകയല്ലെന്ന് ഉറപ്പായി. പക്ഷെ ഈ ദ്രവ്യം എപ്പോഴും പിടിക്കപ്പെടാം, എൻ്റെ കളവിനെ തോന്നിപ്പിക്കാം. അപ്പം ഈ ദ്രവ്യം കയ്യിലിരിക്കുന്നിടത്തോളം ഈ ടെൻഷൻ നിലനിൽക്കുമ്പോൾ അത് സ്ട്രെസ്സായി. സ്ട്രെസ് കട്ടു എന്നുള്ള ആ നേട്ടം ചിന്തിക്കുമ്പോൾ സ്ട്രെസ്സായി, ഹർഷമായി. അപ്പൊ സന്തോഷം വന്നു. ഈ സാധനം തരികയിലെന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമാക്കി, അവനെ ഞാൻ ശരിയാക്കി. തീർച്ചയായും. ഇനി ഒരാളിത് കാണും എന്നായപ്പോഴേക്ക് പെട്ടെന്നുള്ള യൂസ്ട്രസ് ഡിസ്ട്രസ്സായി. EUSTRESS യൂസ്ട്രസ് ഹർഷം, DISTRESS ഡിസ്ട്രസ് ശോകം. ഒരുവൻ ഹർഷം ശോകമെന്ന രണ്ടെണ്ണത്തിൽ മാറി മാറി ആന്തോളനം ചെയ്യുമ്പോൾ ഇവൻ്റെ ശരീരത്തിൻ്റെ കലവികളെല്ലാം മാറി മാറി. ഒരിക്കപ്പെടുതിയില്ലായ്മ, ഒരസ്വസ്ഥത, ആഹാരത്തിന് രുചിയില്ലായ്മ, കഴിക്കുമ്പോൾ കണ്ടമാനം കഴിക്കുക, തെരുതര മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക, വിറയ്ക്കുക, വയർക്കുക, ചില അവയവങ്ങൾക്ക് മാത്രം ചില സാധനങ്ങൾ പിടിക്കാൻ പറ്റാതെ വിറയ്ക്കുക, ചില സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ആ കട്ടെടുത്തതിൻ്റെ പ്രതീതി ബ്രെയിനിൽ ഉണ്ടാകുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലാണ് ശരീരം മൊത്തം വിറയ്ക്കുക, വിയർക്കുക, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ തപിക്കുക, ഉറക്കം നഷ്ടപ്പെടുക, പകലുറങ്ങാൻ ഇഷ്ടമുണ്ടാവുക, രാത്രിയിൽ ഉറങ്ങാൻ പറ്റാതെ വരിക, ഉറക്കത്തിൻ്റെ താളം തെറ്റുക, സിസ്റ്റം മുഴുവൻ തെറ്റുക, ബീജം പുറത്തു വരാതിരിക്കുക, ബീജത്തിൽ അണുകങ്ങൾ ഇല്ലാതാവുക, ബീജ ഉൽപാദനം നിന്നുപോവുക, രക്തം കുറയുക, രക്തത്തെ കട്ടിപിടിപ്പിക്കുന്നവയ്ക്ക് മാറ്റം വരിക. ഇങ്ങനെ അനന്തങ്ങളായ മാറ്റങ്ങളുണ്ടാവും. പണിയാകപ്പാടി ഒരു മോഷണം മാത്രം. എൻ്റെ അല്ല എന്ന് ഞാൻ വിചാരിക്കുന്ന, എൻ്റെ അല്ല എന്ന് സമാജം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുവിനെ എൻ്റെ ആക്കി എന്നുള്ള ഒറ്റ കാരണത്തിനാണ് ഞാൻ നിതാന്തമായ ദുഃഖത്തിൽ വീണിരിക്കുന്നത്. അഹംബുദ്ധിയിൽ എൻ്റെ ആക്കി എന്നുള്ള അഹങ്കാരം വരുമ്പോഴുള്ള ഹർഷവും
അതേപോലെ തന്നെ അതെൻ്റെ അല്ലായിരുന്നല്ലോ, നീ എന്തിനു സ്വന്തമാക്കി എന്ന ചിന്ത വരുമ്പോഴുള്ള ശോകവും മാറി മാറി വരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഈ പരിണാമഭേദങ്ങളെല്ലാം രോഗമാണ്. ഇത് കാലത്തെ, ഇത് അർത്ഥത്തെ, കർമ്മങ്ങളെ എങ്ങനെ വിരചിക്കും? കട്ടുകഴിഞ്ഞ ഒരുവൻ്റെ ശാരീരിക ഭാഷ അവൻ്റെ കർമ്മവ്യാപാരങ്ങളിലെല്ലാം നിലനിൽക്കുമ്പോൾ അവന് വിശ്വാസമില്ലാതെ വരുന്ന ഓരോ മുഹൂർത്തവും അവൻ്റെ കൂടെ ഇടപെടുന്നവരുടെ വിശ്വാസത്തെ ഹനിക്കും. ഞാൻ എവിടെ ചെന്നാലും ഒരു കള്ളന്റെ ബോധവും കുറ്റബോധവും കിടക്കുന്നിടത്തോളം ഒരാളോടും സ്നേഹമായി ഇടപെടാൻ എനിക്കാവില്ല. ഒരാളോടും വിശ്വസിച്ച് കൂടെ പണിയെടുക്കാൻ എനിക്കാവില്ല. ഒരാൾക്കും എന്നെ വിശ്വസിക്കാനാവില്ല. വല്ലാത്തൊരവസ്ഥയല്ല സ്വാമിജി ഒരു കള്ളന്റെ. അതുകൊണ്ടാണല്ലോ അയാൾ വന്ന് കയറിയപ്പോഴേ, അയാൾ കാണിക്കുന്ന പരിപാടികൾ കണ്ടപ്പോഴേ കള്ളനാണെന്ന് ഞങ്ങൾ അന്നേ തീരുമാനിച്ച അന്ന് മുതൽ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അങ്ങനല്ലേ എല്ലാ കള്ളന്മാരെ പറ്റിയും എത്ര വലിയ ജസ്റ്റിസ് ആയാലും പത്രങ്ങളും മാധ്യമങ്ങളും വ്യക്തികളും പിന്നെ എഴുതി പിടിപ്പിക്കുന്നത്. തീർച്ചയായും നിറം പിടിപ്പിച്ച് എത്ര കഥകളുണ്ട്. അപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടായിരുന്നില്ലേ എന്തിനാണ് ഈ ഉത്തരവാദിത്തങ്ങൾ നൽകിയത്? ഇതെത്ര തലമുറകളെ രോഗിയാക്കി മാറ്റും. നാളെ ഇയാളുടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം ജനം ചോദിക്കില്ലേ, നീ കള്ളന്റെ മോനല്ലേ, കള്ളന്റെ മോൻ്റെ മോനല്ലേ? അപ്പൊ ഇത് തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ആതുര സംസ്കൃതിക്ക് വഴിവെക്കും. ജന്മഗുണമായി ഉള്ളിൽ കിടക്കുന്ന ഒരു മോഷണം. എന്താ മോഷണത്തിന് കാരണം? ഈ പ്രപഞ്ചം തന്നെ ഒരു മോഷണമാണ്. എന്താണ് പ്രപഞ്ചം മോഷണമാണെന്ന് പറഞ്ഞത്? ഉള്ളതൊന്നു മാത്രമാണ് നമ്മൾ ആദ്യം എടുത്ത ദൃക്ക്. ദൃക്കിൽ മോഷണരൂപേണ ചേർന്നതാണ് ദൃശ്യം. അതുകൊണ്ട് മോഷണത്തിനുള്ള അഭിവാഞ്ച ഇതിൻ്റെ ആരംഭം മുതൽ കിടക്കും. ഈ അഭിവാഞ്ചയെ അവലംബിച്ചാണ് മോഷ്ടാവിനെ കാണേണ്ടത്. അതിനാണ് കുട്ടിക്കാലത്ത് തന്നെ അമ്മ അവൻ്റെ മോഷണത്തിനുള്ള ഔത്സുക്യത്തെ മിത്തിക്കലായി അബോധ പ്രബോധനത്തിലൂടെ നിരുപദ്രവകരങ്ങളായ ആഹാരാദി പദാർത്ഥങ്ങളിലൂടെ, ഭാഗവതമൊക്കെ വായിച്ചാലും മതി, കുറേ ദൂരം ഈ കൃഷ്ണന്റെ പുറകെ നമ്മൾ പോവും. മനസ്സിലായി സ്വാമിജി. അപ്പം നമ്മളിലെ കളവൊക്കെ ഒന്ന് കെട്ടടങ്ങും. വായിച്ചു തീരുമ്പോഴേക്ക് കെട്ടടങ്ങും. അപ്പം അത് കെട്ടടങ്ങാൻ ഏറ്റവും നല്ലതാണിത്. അപ്പം അങ്ങനെ കൃത്യതയോടുകൂടി നമ്മിലെ കളവ് കുറച്ചുകൊണ്ട് അത് കാലത്തെ, മുമ്പ് പറഞ്ഞ കാലത്തെ മുഴുവൻ ന്യൂനമിഥ്യാദി യോഗത്തിൽപ്പെടുത്തും. വിഷയങ്ങളെ മുഴുവൻ കട്ടത് ഒരു വസ്തുവാണ്, ഒരു ചെമ്പുപാത്രമാണ് മോഷ്ടിച്ചത്. പക്ഷെ ഈ ചെമ്പുപാത്രം ചെമ്പായിട്ട് അവിടെ നിൽക്കുകയില്ല. ഇതിൻ്റെ തന്മാത്രകൾ കൊണ്ട് ലോകത്തിലുള്ള എല്ലാ സാധനവുമായി കളവങ്ങ് മാറും. അത്രയ്ക്ക് വിപുലമായത്. സംസ്കാരത്തിനകത്തേക്ക് ഇത് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഏത് ദ്രവ്യവും എന്നെ കാണുമ്പോൾ ഒരു കള്ളനെ തിരിച്ചറിയും. അർത്ഥങ്ങൾ മുഴുവൻ
ഇവൻ മാറ്റി പറയുന്നവനാണ്, ഇവൻ കള്ളം പറയുന്നവനാണ്, ഇവൻ പറഞ്ഞത് ശരിയല്ല എന്ന ബോധം എന്നെക്കുറിച്ച് എന്നിലുണ്ടാവുക മാത്രമല്ല, ലോകത്തെക്കുറിച്ചും എനിക്കുണ്ടാവും. അതുകൊണ്ട് സത്യത്തിന് എൻ്റെ നിഘണ്ടുവിൽ പിന്നെ വിലയുണ്ടാവില്ല. വല്ലാത്തൊരു ക്ലോസ് ആണല്ലോ സ്വാമിജി. ആ സത്യത്തിന് വിലയുണ്ടാവില്ല. സത്യത്തിന് വിലയില്ലാതെ വരുമ്പോൾ വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെടും. തീർച്ചയായും. വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം ദുസ്സാധ്യമായി തീരും. ഇതാ പലരും പെടുന്ന കെണി. ചെറുതെന്ന് തോന്നും, ഒരു മോഷണമല്ലേ, സാരമൊന്നുമില്ല എന്ന് എടുത്തത് കണ്ടിട്ട് മറ്റൊരുത്തം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോകില്ല മൈൻഡിൽ നിന്ന്. ഇതിന് പകരം വേറൊരുത്തൻ്റെ മോഷ്ടിച്ചിരിക്കുന്നു, അവന് നഷ്ടം വന്നിരിക്കുന്നു എന്ന മട്ടിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലായി? അവന് നഷ്ടമൊന്നുമില്ല, നഷ്ടപ്പെട്ടത് ഇവന്റെ സ്വത്വമാണ്. ആഗ്രഹിച്ചാ മതി, കളവായി. എടുക്കണ്ട, അസ്വസ്ഥത അവിടെ തുടങ്ങും. അന്യന്റെ ദ്രവ്യങ്ങൾ ആഗ്രഹിച്ചാൽ കളവായി. മനസ്സിലായി സ്വാമിജി. 10 കൽപ്പനകളിൽ ബിബ്ലിക്കലായി വളരെ പ്രധാനപ്പെട്ടതായി പറയുന്ന ഒന്നാണ് കക്കരുത്. കള്ളം പറയരുത്, കള്ളസാക്ഷി പറയരുത്, വ്യഭിചരിക്കരുത്. കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ കേൾക്കാൻ സുഖമാ. ഇത് അനുവർത്തിച്ച് ജീവിക്കാൻ പണിയാണ്. കക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ വെറും ഒരു നിസ്സാര കാര്യമാണ്. മറ്റൊരാളുടെ ഒരു വസ്തു ആഗ്രഹിച്ച അന്നേരം പോലെ ടെൻഷൻ തുടങ്ങുക, മനസമാനം പോയി. തീർച്ചയായും. കയ്യിലേക്ക് വന്നാൽ എന്നായിരുന്നു നമ്മൾ ഇത് റീഡിങ്. അതായത് ഒന്ന് ആഗ്രഹിച്ചു, അത് കയ്യിലേക്ക് വന്നാൽ, അല്ലെ മോഷ്ടിച്ചിട്ട് കയ്യിലേക്ക് വന്നാൽ സമാധാനമാവുന്നതാണ്. പക്ഷെ ഇത് ആഗ്രഹിക്കുന്നത് മുതല സമാധാനമാണ്. കൈ വന്നാൽ പിന്നെ സമാധാനം തീർന്നു, എന്നേക്കുമായി തീർന്നു. അത് തൻ്റേതല്ലാത്തൊരു വ്യക്തിയുടെ വസ്തുവിന് വരുന്ന ഭാവം, ഒരു കുടുംബത്തിൻ്റെ മൊത്തമായത് സ്വന്തമാക്കുമ്പോൾ ഉള്ള ഭാവം, ഒരു സമാജത്തിൻ്റെതെന്ന് തോന്നുന്നതിൽ നിന്ന് വാരിയെടുക്കുമ്പോൾ ഉള്ള ഭാവം, ഇതിനൊക്കെ സൂക്ഷ്മത കൂടും. അതുകൊണ്ട് ഇത് വളരെ സൂക്ഷ്മ ലോകമാണ് ഈ മോഷണത്തിൻ്റെ ലോകം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു രംഗമാണ്. അതില് ബാല്യ കൗമാര യൗവനാദി കാലങ്ങളും ബാഹ്യങ്ങളായ കാലങ്ങളും പങ്കുവഹിക്കും. കാലം കോശത്തെ വാർദ്ധക്യമുള്ളതാകും മോഷ്ടിക്കുന്നവൻ്റെ. വളരെ വേഗത്തിൽ പ്രായമേറും. അതുകൊണ്ട് നാം ധരിക്കുന്നത് പോലെ ഒരു മോഷ്ടാവ് അവനെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട്, അവനെ കെട്ടിത്തൂക്കിയത് കൊണ്ട് ഒന്നും പരിഹാരമില്ല. അയാളുടെ മോഷണ വാസന ആവുന്നില്ല. അവനെ റിഫോം ചെയ്യുന്ന ഒരു റെഫർമേറ്ററിയിലേക്കാണ് അയക്കേണ്ടത്. അതിന് മനഃശാസ്ത്ര വൈദഗ്ധ്യമുള്ള, മനഃശാസ്ത്ര വിശാരദനായ ഒരുവൻ അവൻ്റെ മനസ്സിൻ്റെ കോണിൽ ഉറങ്ങിക്കിടക്കുന്നതായ കളവിൻ്റെതായ ചിത്രങ്ങളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവനെതിരെ അവൻ വേദനിക്കുന്നത് മുഴുവൻ കാണിച്ചു കൊടുക്കണം. വേദനാജനകമാണ് മോഷണം, ആനന്ദപ്രദമല്ല. മോഷ്ടിക്കാതെ മോഷണത്തിൻ്റെ ഒരാരോപമുണ്ടായാൽ പോലും വേദനാജനകമാണെന്നറിയാം. തീർച്ചയായും. അങ്ങനെയെങ്കിൽ മോഷ്ടിച്ചവൻ്റെ വേദന എത്രയായിരിക്കും? നമ്മൾ പറയാം മോഷ്ടിച്ചിട്ടല്ലേ കേട്ടത്. മോഷ്ടിക്കാത്തവൻ കേട്ടാൽ വേദന കുറയും.
കാരണം മോഷ്ടിച്ചവൻ മോഷ്ടിക്കുന്നത് അറിയാതിരിക്കാനാണ്, അതറിഞ്ഞിരിക്കുന്നു. മോഷ്ടിക്കാത്തവൻ മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മോഷ്ടിക്കാത്തവൻ അത് പുതുമയില്ല. ആരോ മോഷ്ടിച്ചിട്ടുണ്ടാവും, കാണാതെ പോയത് കൊണ്ടാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറയുന്നു, അത്രയേ ഉള്ളൂ, സാരമില്ല. വേണമെങ്കിൽ അതങ്ങ് തന്നേക്കാം, അതിന് ഈക്വലായിട്ടുള്ള. അത് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് തരാൻ എനിക്കാവില്ല. ഇതാ പിടിച്ചോ. മോഷണം ഞാനിവിടെ കൂടാം, നമുക്ക് അന്വേഷിച്ച് പോവാം. അത് രസമാണ്. തീർച്ചയായും. പക്ഷെ ഒരു വസ്തു മോഷ്ടിച്ചു എന്ന് ഞാൻ അറിയുന്നുണ്ട്, അത് ലോകം പറഞ്ഞാൽ വേദന ചില്ലറയല്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ തത്വമറിയുന്ന ആളുകൾ മോഷ്ടിക്കുന്നത് കാണാൻ നിൽക്കില്ല. മോഷ്ടിച്ചത് കണ്ടാലും പറയില്ല. മോഷ്ടിച്ച വസ്തുവിനേക്കാൾ വലുതാണ് മോഷ്ടിച്ച അവൻ. കണ്ടു എന്നറിയും. വല്ലാത്തൊരു മാനസികാവസ്ഥയാണല്ലേ സംഭവിച്ചത്. തീർച്ചയായും. കണ്ടില്ലാത്തതുപോലെ. കണ്ടെന്ന് അവനറിയാവുന്നതുകൊണ്ട് അവൻ ഓരോ നമ്പർ ഇറക്കി ചോദിക്കും. ഞാൻ മോഷ്ടിക്കുന്നത് കണ്ടോ എന്ന് നേരിട്ട് ചോദിക്കാൻ മേലാത്തതുകൊണ്ട് ഇവൻ എത്തും പിടിയും ഇല്ലാത്തിടത്ത് അവൻ ഉത്തരം കൊടുക്കും. കണ്ടെന്നോ കണ്ടില്ലെന്നോ പറയാൻ വയ്യാത്തിടത്ത് ഉത്തരം കൊടുക്കും. കേൾക്കും തോറും ഉണ്ടാകുന്ന സംഘർഷം അവസാനം കാൽക്കൽ വീണ് പറയും, പുറത്താരോടും പറയരുത് എന്ന്. ആ സമയത്ത് അയാൾ പറയും, പുറത്ത് പറഞ്ഞതുകൊണ്ട് എന്ത് നിനക്ക് മെച്ചം, എന്തെനിക്ക് മെച്ചം, പക്ഷെ നീ ഇനി ഇത് ചെയ്യരുത്. ഇത് സുഖമല്ലെന്ന് നീ അറിഞ്ഞില്ലേ? നിനക്ക് ഇത്രയും സംഘർഷം ഉണ്ടായില്ലേ? നിന്നോട് ബന്ധപ്പെട്ടവർക്ക് എത്ര കള്ളം പറയേണ്ടി വന്നു, എത്ര സംഘർഷം ഉണ്ടായി. മോനെ, ഇനി നീ ഒരിക്കലും മോഷ്ടിക്കരുത്. നിന്റെ മോഷണത്തിനുള്ള അഭിവാഞ്ച ഇതോടെ അവസാനിക്കണം. നീ ഉത്തമനാകണം. ഇതാണ് റിഫർമേഷൻ. ഇത് ആരോഗ്യശാസ്ത്രമാണ്, മറ്റത് ആതുരശാസ്ത്രമാണ്. ആതുരശാസ്ത്രത്തെ ഫോളോ ചെയ്യുമ്പോഴാണ് നിത്യനിരന്തരമായി മോഷ്ടാക്കൾ പെരുകുന്നത്. വസ്തുക്കൾ സുഖം തരുമെന്നും ദ്രവ്യങ്ങളോടുള്ള സമീപനം, അർത്ഥത്തോട് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും തമ്മിലുള്ള സമീപനം മോഷണ പ്രക്രിയയ്ക്ക് വിധേയമായും സ്വന്തമാക്കുമ്പോഴാണ് സുഖമെന്ന ഒരു നിയമമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നത്. നിന്റേതല്ലാത്ത ഏതൊന്ന് ആഗ്രഹിക്കുമ്പോഴും സ്വന്തമാക്കുമ്പോഴും മോഷ്ടാവായി ഒരുവൻ നിന്നിലുണ്ടാകുന്നുവെന്നും അത് വിഷയങ്ങളെ ന്യൂനമിഥ്യാദിയോഗങ്ങളിൽ പെടുത്തുന്നുവെന്നും വിഷയങ്ങൾ അതിൽ പെടുന്നതോടുകൂടി നീ നിത്യരോഗത്തിലേക്ക് പതിക്കുന്നുവെന്നും അത് നിന്റെ കോശങ്ങളിൽ വിഭ്രമങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞാൽ ആരോഗ്യമായി. ആരോഗ്യത്തിൻ്റെ ഈയൊരു വ്യാപ്തി ലോകം അംഗീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലില്ല സ്വാമിജി. നമ്മുടെ കോടതിയും നമ്മുടെ വ്യവസ്ഥയും പിന്നെ നമ്മുടെ മോഷണം ഒരു കുറ്റമാണ് അല്ലെങ്കിൽ മാനവരോഗമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചികിത്സാ രീതികളും ഒക്കെ ഈ ഒരു ഡയമെൻഷനിലല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഏറ്റവും പ്രാചീനർ കണ്ടെത്തിയത് ഈ ഡയമെൻഷനിൽ. ഹിംസ അതിനേക്കാൾ കൂടുതലായി സ്ഥേയം ആരോഗ്യത്തെ ഹനിക്കും. അതുകൊണ്ട് ഒരു സമാജം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്ഥേയമില്ലാതെ സാമൂഹിക ആരോഗ്യത്തെ വളർത്തിക്കൊണ്ടുവരണം. സ്ഥേയമില്ലാതിരിക്കണമെങ്കിൽ എല്ലാം എല്ലാവരുടെയുമാണ്, ഒന്നും ആരുടെയുമല്ല എന്നൊരു നിയമത്തിന് കീഴിൽ മാത്രമേ പറ്റൂ. എല്ലാവരുടേതുമായത് ആരുടേതുമല്ലാത്തത് എന്നുവരെ സ്വകാര്യ സ്വത്തുക്കളുണ്ടോ, എന്നുവരെ എൻ്റേത് ഞാനെന്ന അഹങ്കാരത്തിനും മമതയ്ക്കും ഇടമുണ്ടോ, കളവുണ്ടാവും. സ്ഥാനമാനങ്ങൾ കൊണ്ട്
ധനസമ്പാദനം കൊണ്ട്, വൈവിധ്യമാർന്ന തൊഴിലുകളിലുള്ള വേതന വ്യത്യസ്തതകൾ കൊണ്ട് മാനവ ജീവിതത്തിൽ ആഗ്രഹത്തിനുള്ള സാധ്യത വളരെ കൂടും.